ക്യാമ്പസിലെ വെടിവെപ്പിൽ മരണം 11ആയി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സ്വീഡനിലെ ക്യാമ്പസിലുണ്ടായ വെടിവെപ്പിൽ മരണം 11ആയതായി പോലീസ്. 6 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആശുപത്രിയിലുള്ള 6 പേരും മുതിർന്ന പൗരന്മാരാണെന്നാണ് റിപ്പോർട്ട്. അതിൽ 5 പേർക്ക് വെടിയേറ്റ മുറിവാണെന്നും ഒരാൾക്ക് അല്ലാതെയുള്ള ചെറിയ മുറിവാണെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. നിലവിൽ കൊലപാതകം, വെടിവെപ്പ്, ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യം എന്നിവ പ്രകാരം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒറബ്രോയിലെ റിസ്ബർഗ്സിലെ ക്യാമ്പസിലുണ്ടായ വെടിവെപ്പ് രാജ്യചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ സംഭവമാണെന്ന് സ്വീഡൻ പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരമായ ആക്രമണമാണ് നടന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭീകരവാദ ആക്രമണമല്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അന്വേഷണ ഉദ്യോഗസ്ഥർ നിലവിൽ അപകടം സംഭവിച്ചവരെ തിരിച്ചറിയാനുള്ള പ്രക്രിയയിലാണെന്നും മരിച്ചവരിൽ മുഖ്യപ്രതി ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നതെന്നും പ്രാദേശിക പോലീസ് മേധാവി വ്യക്തമാക്കി. ആക്രമണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പൊന്നും ലഭിച്ചില്ലെന്നും ഒരാൾ ഒറ്റയ്ക്ക് നടത്തിയ ആക്രമണമാണെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. ഇനി ആക്രമണം ഉണ്ടാകില്ലെന്ന് പറഞ്ഞ പോലീസ് മേധാവി ക്യാമ്പസിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ സുരക്ഷിതമായി ഒഴിപ്പിച്ചിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു. തലസ്ഥാന നഗരമായ സ്റ്റോക്ക്ഹോമിൽ നിന്നും 200 കിലോമീറ്റർ അകലെയാണ് ആക്രമണം നടന്നത്. 20 വയസ്സിനുള്ളിൽ വരുന്ന വിദ്യാർത്ഥികളാണ് ക്യാമ്പസിലുണ്ടായിരുന്നത്. സ്കൂൾ വെബ്സൈറ്റിലെ വിവരങ്ങൾ പ്രകാരം പ്രൈമറി, അപ്പർ സെക്കൻഡറി കോഴ്സുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കുടിയേറ്റക്കാർക്കുള്ള സ്വീഡിഷ് ക്ലാസുകൾ, തൊഴിൽ പരിശീലനം, ബുദ്ധിപരമായ വൈകല്യമുള്ളവർക്കുള്ള കോഴ്സുകൾ എന്നിവയും ക്യാമ്പസിൽ പഠിപ്പിക്കുന്നുണ്ട്. ഏകദേശം 10 തവണ വെടിവെക്കുന്ന ശബ്ദം കേട്ടതായി അധ്യാപകരും മാധ്യമങ്ങളോട് പങ്കുവച്ചു. പരീക്ഷയായതിനാൽ ഉച്ചയ്ക്ക് ശേഷം വളരെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമേ ആക്രമണ സമയത്ത് ക്യാമ്പസിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നും അധ്യാപകർ പറയുന്നു. വെടിവെപ്പിന് ശേഷം വിദ്യാർത്ഥികളെ സമീപത്തുള്ള കെട്ടിടത്തിലേക്ക് മാറ്റുകയായിരുന്നു.